നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലെ ലുംബിനി പാർക്കിലാണ്. നമ്മൾ നേരത്തെ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ 20 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അപ്പോൾ എൻട്രി ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലുംബിനി പാർക്കിലെ കാഴ്ചകളാണ്. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇവിടെ ആക്ച്വലി കുട്ടികൾക്കുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. വന്നപ്പോൾ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഇനി ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം. പിന്നെ ഇത് ഹുസൈൻ സാഗർ ലേക്കിന് അടുത്തായിട്ടാണ് ലുംബിനി പാർക്ക് വരുന്നത്. ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പൊ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തില്ല ഇപ്പം. എന്തായാലും നമുക്ക് ഈ പാർക്കും ലേക്കും ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം. ഇവിടെ ആക്ച്വലി ഒരു ചെറിയ പോണ്ടുണ്ട്, ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. മുകളിൽ നിന്ന് ഇങ്ങനെ 2 തട്ടായിട്ട് വെള്ളം വീഴുന്നുണ്ട്. അപ്പൊ പിള്ളേർ അതിന്റെ അടിയിൽ നിന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ താഴെ വെള്ളത്തിലിറങ്ങി കളിക്കുക. അവർക്കൊരു സന്തോഷം, ഒരു സ്വിമ്മിംഗ് പൂള് പോലെ. എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റിലാ. പിന്നെ കുറെ പേര് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വീഴുകയും ചെയ്യും. കുളിക്കണമെന്നുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ കുളിക്കുകയും ചെയ്യും. നമ്മുടെ പുറകിലെ സംഭവം കണ്ടാ, നമ്മുടെ കാർണിവലിലൊക്കെ വരുന്ന കണക്കത്തെ സംഭവമാണ്. ഇതിന് ഒരാളുടെ ടിക്കറ്റ് റേറ്റ് 80 രൂപയാണ്. അപ്പൊ ഇതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൂടുതലും. നമ്മുടെ പുറകിലായിട്ട് കാണുന്നത് തെലങ്കാന സ്റ്റേറ്റിന്റെ സെക്രട്ടേറിയറ്റ് ആണ്. എന്ത് ഭംഗിയുള്ള ഒരു കെട്ടിടമാണെന്നൊക്കെ. നമ്മുടെ ബാക്കിലുണ്ട് ബോട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. ഹുസൈൻ സാഗർ ലേക്കിലാണ് ബോട്ടിംഗ് ഉള്ളത്. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അവിടെ പോയി എടുക്കണം. ഭയങ്കര തിരക്കാണ്. നോക്കേ, എല്ലാ ബോട്ടിലും കുത്തിയിടിച്ച ആൾക്കാരാണ്. നമുക്ക് പോയി നോക്കാം. പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് ബോട്ടിങ്ങിന് പോവാം. ഇവിടെ നമുക്ക് ബോട്ടിങ്ങിന്റെ ചാർജ് ഒക്കെ എഴുതിയൊരു ബോർഡ് ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട്, ഡീലക്സ് ബോട്ട്, പിന്നെ ബുദ്ധ വിസിറ്റ്. ഈ ലേക്കിൽ ഒരു വലിയ ബുദ്ധന്റെ പ്രതിമയുണ്ട്. അപ്പൊ ആ ബുദ്ധ വിസിറ്റ്, ആ പ്രതിമ വിസിറ്റ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോട്ടിങ്ങിന്റെ ചാർജ്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് കഫേ ഒക്കെ ഉണ്ട്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ സ്നാക്സോ ഡ്രിങ്ക്സോ ചായയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബുദ്ധ വിസിറ്റിന്റെ ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോണത്. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പൊ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നല്ല ക്യൂവാണ്. ഇത്രയും ക്യൂ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ ബുദ്ധ വിസിറ്റിങ്ങിന്റെ ബോട്ടിങ് എടുക്കുന്നത് ആ ഗേറ്റിൽ നിന്നാണ്, ഗേറ്റ് നമ്പർ 3. അപ്പൊ അവിടേക്ക് നമുക്ക് പോകണം ടിക്കറ്റ് എടുത്തിട്ട്. അങ്ങനെ നമ്മൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ബോട്ടാണിത്. ബോട്ടിങ്ങിന്റെ ടൈം രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. സാധാരണ സമയങ്ങളിൽ ആ ബുദ്ധ സ്റ്റാച്ചുവിന്റെ അവിടെ പോയിട്ട് കുറച്ചു നേരം അവർ വെയിറ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ എന്തോ മെയിൻ്റെനൻസ് നടക്കുന്നത് കൊണ്ട് അത്ര നേരം വെയിറ്റ് ചെയ്യത്തില്ല. പോയിട്ട് തിരിച്ചു ഉടനെ തന്നെ വരും എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബോട്ടിലേക്ക് കയറാം. ആക്ച്വലി ബോട്ട് എടുക്കുവാണേ. അവിടെ എഴുതി വെച്ചേക്കുന്നത് ജാക്കറ്റ് ഇല്ലാതെ ബോട്ട് യാത്ര അനുവദനീയമല്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ ബോട്ടിൽ ഒരു 100-150 പേര് കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആർക്കും ജാക്കറ്റ് ഒന്നും തന്നിട്ടില്ല. സ്പീഡ് ബോട്ടിൽ പോകുന്നവർക്ക് ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ജാക്കറ്റ് ഒന്നും ഇല്ല. പിന്നെ കസേരയാണ് കേട്ടോ. കസേര ഇട്ടിട്ടിരിക്കുക. അങ്ങോട്ട് ഇട്ടിരുന്ന കസേര ഞങ്ങൾ തിരിച്ചിട്ടിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഇവിടെ വരുവാണെങ്കിലേ സ്പീഡ് ബോട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. സ്പീഡ് ബോട്ട് 4 പേർക്ക് ഇരിക്കാവുന്ന സ്പീഡ് ബോട്ടാണ്. ഒരാൾക്ക് 100 രൂപ. അത് നല്ല രസമുണ്ട് പോകുന്ന കാണാനായിട്ട്. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ കയറിയത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. നമ്മളിപ്പോ 2 പേരെ വന്നിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പൊ പിന്നെ അതിനകത്ത് പോകുന്നത് നഷ്ടമായിരിക്കും. അതാണ് നമ്മൾ പിന്നെ ഈ ബോട്ട് എടുത്തത്. അപ്പൊ നമുക്ക് സെക്രട്ടേറിയറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാം. കണ്ട ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ നമുക്കൊരു അംബേദ്കർ പ്രതിമ കാണാം. കണ്ട ഒരു കൈ കണ്ട അങ്ങറ്റത്ത് അംബേദ്കറിന്റെ ഒരു വലിയ പ്രതിമ അവിടെ ഉണ്ട്. ബോട്ട് നിറയെ ആളാണ് കേട്ടോ. കുറച്ചു പേര് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഈ ബോട്ടിൽ പോകുമ്പോഴേ ഹുസൈൻ സാഗർ ലേക്കിന്റെ ചുറ്റിലും ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന കാണാം. ഈ ലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്, നാച്ചുറൽ ലേക്ക് അല്ല.
തിരിച്ചെത്താറായിട്ട്. അപ്പൊ നമുക്ക് തെലങ്കാന സെക്രട്ടേറിയറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാം. നമ്മളെ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ ഒട്ടും പറ്റിയില്ല. ഭയങ്കര തിരക്കുമാണ്, നമുക്ക് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ബോട്ടിൽ വരുമ്പോഴത്തേക്ക് ശരിക്കും അതിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ ബോട്ട് ജെട്ടിയിൽ തിരിച്ചെത്തിയിട്ടാ. നമ്മൾ പോയിട്ട് വന്ന ബോട്ടാണ് കേട്ടോ ഇത്. ശരിക്കും ബുദ്ധ സ്റ്റാച്യു വിസിറ്റിന്റെ ബോട്ട് 9 AM to 9 PM വരെയാണ്. പക്ഷെ ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അത് വേറെ ബോട്ടിങ്ങിന് പോകാനാണ്. 3-4 ടൈപ്പ് ബോട്ടിംഗ് ഉണ്ടല്ലോ, അത് വേറെ ബോട്ടിങ്ങിന് പോകാനാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകളും ഈ ലേക്കിന്റെ കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കമന്റും കൂടെ ഇട്ടേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.